അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 തജ്വീദുൽ ഖുർആൻ ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 6 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. കൂട്ടുകാർ എല്ലാവരും പാഠഭാഗം കൃത്യമായും വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ പ്രവർത്തനം, ശരിയുത്തരത്തിന് നേരെ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിന് ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് ജീമ്, വാവ്, മീമ്, അഴീന്, ഹാ. ഇതിൽ ഏതാണ് തൊണ്ടയിൽ നിന്നും പുറപ്പെട്ട അക്ഷരങ്ങൾ? അതെ, അഴീന്, ഹാ. അതിൽ ടിക്ക് ചെയ്യുക. 2. നാവിൻ്റെ മുരടും അണ്ണാക്കുമാണ് മഹ്റജ്. ഓപ്ഷൻസ് ഖാഫ്, കാഫ്, സ്വാദ്. ഏത് അക്ഷരത്തിൻ്റെ മഹ്റജാണ് നാവിൻ്റെ മുരടും അണ്ണാക്കും? അതെ, ഖാഫാണ്. അതിൽ ടിക്ക് ചെയ്യുക. 3. വെള്ളിയാഴ്ച രാവും പകലും ഓതൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്ത്. ഓപ്ഷൻസ് നോക്കൂ: യാസീൻ, അൽ വാഖിഅ, അൽ കഹഫ്. ചരിത്രം സൂറത്തുൽ കഹഫ്. 4. കൂടുതൽ പുണ്യം ലഭിക്കുന്ന ഖുർആൻ പാരായണ രീതി. ഓപ്ഷൻസ് തർത്തീൽ, ഹദർ, തദ്വീർ. ചരിത്രം തർത്തീൽ. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതി കയ്യിൽ ഊതി രാത്രി ദേഹമാസകലം തടവാറുണ്ടായിരുന്നു. ഓപ്ഷൻസ് നോക്കൂ: ഉറങ്ങുന്നതിന് മുമ്പ്, ഉറങ്ങിയ ശേഷം, ഉണർന്ന ശേഷം. ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴാണ് ചെയ്തിരുന്നത്? അതെ, ഉറങ്ങുന്നതിന് മുമ്പാണ് ചെയ്തിരുന്നത്. ചരിത്രം ഉറങ്ങുന്നതിന് മുമ്പ്. അടുത്ത പ്രവർത്തനം, ചേറുംപടി ചേർക്കുക. 6. ഇദ്ഗാമും ബിലാ ഗുന്ന. അവിടെ ഇദ്ഗാമും ബി ഗുന്ന എന്ന് കൊടുത്തിട്ടുണ്ടാകും. ശരിയായത് ഇദ്ഗാമും ബിലാ ഗുന്ന. 7. ഇഖ്ലാബ്. 8. ഇൽഹാർ. 9. ഇഖ്ഫാ. 10. ഇദ്ഗാമും ബി ഗുന്ന. ഇപ്പുറത്ത് നോക്കൂ: എ ഫൗസൻ അലീമ, ബി ഫളും മിനല്ലാഹ്, സി കഅല്ലം, ഡി തക്കും ബൈനക്കും, ഇ കുന്തു മഅഹും. റൈറ്റ് സൈഡിൽ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളും ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ഓരോന്നിനും യോജിച്ച ഉദാഹരണത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 6. ഇദ്ഗാമും ബിലാ ഗുന്ന. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ലാമ്, റാ ഈ 2 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അതാണ് ഇദ്ഗാമും ബിലാ ഗുന്ന. ഇതിൽ ഏതാണ് ശരിയായ ഉദാഹരണം? അതെ, സി കഅല്ലം. ഇതാണ് ഇദ്ഗാമും ബിലാ ഗുന്നയ്ക്ക് ശരിയായ ഉദാഹരണം. 7. ഇഖ്ലാബ്. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ അതാണ് ഇഖ്ലാബ്. അപ്പോൾ ഏതാണ് ശരിയായ ഉദാഹരണം? ഡി തക്കും ബൈനക്കും. 8. ഇൽഹാർ. ചരിത്രം എ ഫൗസൻ അലീമ. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അതാണ് ഇൽഹാറിൻ്റെ ഉദാഹരണം. 9. ഇഖ്ഫാ. ചരിത്രം ഇ കുന്തു മഅഹും. 10. ഇദ്ഗാമും ബി ഗുന്ന. സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം നൗമി, അതായത് നൂന്, വാവ്, മീമ്, യാ ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അതാണ് ഇദ്ഗാമു ബി ഗുന്നയ്ക്ക് ശരിയായ ഉദാഹരണം. അപ്പോൾ ബി ഫളും മിനല്ലാഹ്, സി ഡി എ ഇ ബി. അടുത്ത പ്രവർത്തനം, പൂരിപ്പിക്കുക. 11. മദ്ദുൽ ആരിൽ ഡാഷ് വരെ നീട്ടലാണ് നല്ലത്. അവിടെ പൂരിപ്പിക്കേണ്ടത് 3 അലിഫ്. മദ്ദുൽ ആരിൽ 3 അലിഫ് വരെ നീട്ടലാണ് നല്ലത്. 12. നാവിൻ്റെ അറ്റവും മേലെ അണപ്പല്ലുകളുമാണ് ഡാഷിൻ്റെ മഹ്റജ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ലോദിൻ്റെ. നാവിൻ്റെ അറ്റവും
മേലെ അണപ്പല്ലുകളുമാണ് വാദിൻ്റെ മഖ്റജ്. 13. മിൻ ഖബലു എന്നതിലെ സാക്കിനായ നൂനിന് ഡാഷ് ചെയ്ത് ഓതണം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഇഖ്ഫാ. മിൻ ഖബലു എന്നതിലെ സാക്കിനായ നൂനിനെ ഇഖ്ഫാ ചെയ്ത് ഓതണം. 14. റമദാൻ ആഗതമായാൽ ഡാഷ് കവാടങ്ങൾ തുറക്കപ്പെടും. അവിടെ പൂരിപ്പിക്കേണ്ടത് സ്വർഗ. റമദാൻ ആഗതമായാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും. 15. നാവിൻ്റെ അറ്റവും ഡാഷ്കളുടെ ഇടയുമാണ് സ്വാദിൻ്റെ മഖ്റജ്. അവിടെ പൂരിപ്പിക്കേണ്ടത് മുൻപല്ലുകളുടെ. നാവിൻ്റെ അറ്റവും മുൻപല്ലുകളുടെ ഇടയുമാണ് സ്വാദിൻ്റെ മഖ്റജ്. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതുക. 16. ഇൽഹാർ എന്നാൽ എന്ത്? ഉത്തരം സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഹംസ, ഹ, ഹ, ഐന്, ഖ, റൈന് എന്നീ 6 ഹർഫുകളിൽ ഒന്ന് വന്നാൽ നൂനിനെയും തൻവീനിനെയും വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇതിന് ഇൽഹാർ എന്ന് പറയുന്നു. 17. മദുൽ ആരിൽ എന്നാൽ എന്ത്? ഉത്തരം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂൺ നൽകി മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതാണ് മദുൽ ആരിൽ. 18. തിലാവത്തിൻ്റെ സുജൂദിൽ എന്തു ചൊല്ലണം? ഉത്തരം സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. 19. അറബിയിൽ പുള്ളി ഇല്ലാത്ത എത്ര അക്ഷരങ്ങളുണ്ട്? മൊത്തം 14 അക്ഷരങ്ങളുണ്ട്. ആ 14 അക്ഷരങ്ങൾ നമുക്ക് എഴുതാം. ഉത്തരം ഹ, ദാൽ, റാ, സീന്, സ്വാദ്, ത്വാ, ഐന്, കാഫ്, ലാം, മീം, വാവ്, ഹ, ലാമലിഫ്. 20. മദ്ദുൽ മുത്തസിൽ എന്നാൽ എന്ത്? ഉത്തരം മദ്ദക്ഷരവും ഹംസയും ഒരേ പദത്തിൽ വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുൽ മുത്തസിൽ എന്ന് പറയുന്നത്. ഈ പാഠം കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.